പാഠപുസ്തകത്തിലെ തെറ്റുകൾ തിരിച്ചറിയണമെന്നും തിരുത്തണമെന്നും പ്രശസ്ത നിരൂപകനും എഴുത്തച്ഛൻ അവാർഡ് ജേതാവുമായ ഡോക്ടർ എസ് കെ വസന്തൻ അഭിപ്രായപ്പെട്ടു. സർഗസ്വരത്തിന്റെ 19ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധ്യക്ഷനായ സർഗസ്വരം പ്രസിഡന്റ് കാവിൽ രാജ് അദ്ദേഹത്തെ ഷാൾ അണിയിച്ച് സ്വാഗതം ചെയ്തു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുക. നമ്മളുടെ നാട്ടിൽ പുരസ്കാര സമ്മേളനങ്ങൾ, സാഹിത്യ ചർച്ചകൾ, ഇതിനൊക്കെ ഒരു പഞ്ഞവുമില്ല. ധാരാളം സാഹിത്യ സാംസ്കാരിക സമ്മേളനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഈ സമ്മേളനങ്ങളിലൊന്നും ഒരു 18നും 25നും ഇടയ്ക്ക് പ്രായമുള്ള ആരും കാണുന്നു. നമ്മുടെ സമൂഹത്തിൽ എഴുത്തുകാർ ഒരുപാട് വരുന്നു, പക്ഷെ വായനക്കാർ വരുന്നില്ല. സമൂഹത്തിൽ എന്ത് തെറ്റുണ്ടോ അത് ചൂണ്ടിക്കാണിച്ച് പറയാനുള്ള ഇച്ഛാശക്തി ഇല്ലാത്തവൻ സാഹിത്യകാരൻ തന്നെ എഴുത്തുകാരനുമില്ല. അങ്ങനെ ചാരി നിന്ന് എഴുതുന്നവർക്ക് അവാർഡും കിരീടങ്ങളും ഒക്കെ കിട്ടുമായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ആവശ്യമില്ല. സർഗസ്വരം പുരസ്കാര ജേതാക്കൾക്ക് ഗോൾഡൻ സ്വാൻ ശില്പവും പ്രശസ്തി പത്രവും 1000 രൂപയുടെ പുതിയ പുസ്തകങ്ങളും സമ്മാനിച്ചു. പ്രൊഫസർ വി കെ ലക്ഷ്മണൻ നായർ സർഗസ്വരം നൽകിയ സമഗ്ര സാഹിത്യ സംഭാവന പുരസ്കാരം ഏറ്റുവാങ്ങി. ഡോക്ടർ MNR നായർ, AP നാരായണൻകുട്ടി, സതീഷ് കുമാർ വിശാഖപട്ടണം, മോഹൻ പറത്തിൽ, സുരേഷ് പാലുപറമ്പിൽ, അബു പാലിയത്ത്, സറീന CP, സരോജിനി KC, നീന സുരേഷ് എന്നിവർ വിവിധ സാഹിത്യ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ, N മൂസക്കുട്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ജനറൽ സെക്രട്ടറി ജോയ് ചിറമേൽ സ്വാഗതം പറഞ്ഞു. പുരസ്കാര നിർണയ ചെയർപേഴ്സൺ ശ്രീദേവി അമ്പലപുരം, പ്രശസ്തി പത്രം അവതാരകൻ സുദർശനം സുകുമാരൻ, ജേക്കബ് സൈമൺ, ഉണ്ണികൃഷ്ണൻ ചെട്ടി ശ്രീനി, K ശ്രീരഞ്ജിനി എന്നിവർ പ്രസംഗിച്ചു. സുശീല മണിയുടെ പ്രാർത്ഥനാ ഗീതവും പുരസ്കാര ജേതാക്കളുടെ പ്രതിസ്പന്ദവും നടന്നു. ഈയിടെ അന്തരിച്ച ബാലസാഹിത്യകാരനും സർഗസ്വരം മുൻ ഭരണസമിതി അംഗവുമായിരുന്ന മുരളീധരൻ ആനാപ്പുഴയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. കേരള ന്യൂസ്, തൃശൂർ.